ഒരു വാർത്തയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഒന്ന്, ഏക മകന്റെ മരണം, അതായത് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നങ്ങളില്ലാതിരുന്ന ഒരു പാരന്റ്സിനെ ആത്മഹത്യയിലേക്ക് നയിച്ചൊരു കാര്യം. ശരിയല്ലേ? നമ്മളെല്ലാരും വെറുതെ വിചാരിക്കണതാണ് നമ്മുടെ പ്രശ്നങ്ങൾ സാമ്പത്തികമാണെന്നൊക്കെ. സാമ്പത്തികം ഇല്ലാത്തവരുടെ പ്രശ്നമാണ് സാമ്പത്തികം. ശരിക്കും എനിക്ക് ഒരു 10 ദിവസം ഒരു ക്ലയന്റിനെ കിട്ടിയായിരുന്നു, മൂന്നാർ വെച്ചിട്ട്, കോടീശ്വരൻ. ആ സമയത്ത് ആ 10 ദിവസം ഞാൻ പുള്ളിയുടെ കൂടെ ഏകദേശം വൈകിട്ട് ഒരു 5 മണി തുടങ്ങി 6 മണി 6:15 വരെ നടക്കാൻ പോകും. ആ സമയത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും എന്നോട്, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ആ കമ്പനിയുടെ പേരോ ആ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല. വൺ ഓഫ് ദ ഫേമസ് കമ്പനിയാണ് ഇന്ത്യയിലെ. അതിന്റെ ഓണറാണ്. ഓണർ മീൻസ് മകനാണ് ഓണർ. പപ്പ റിട്ടയർഡ് ലൈഫാണ്. പക്ഷെ പുള്ളിയുടെ കമ്പനി ആയിരുന്നത്. ഇപ്പൊ എല്ലാം മകനാണ്. അപ്പോ ഞാൻ വിചാരിച്ചത് എന്ത് സുഖമായ ജീവിതമാണ് ഇവരുടെയൊക്കെയാണ്. പക്ഷെ അതൊന്നല്ല. എല്ലാ മനുഷ്യർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം പ്രശ്നങ്ങളൊന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പണവും ഒരുപാട് പ്രതാപമൊക്കെ ഉണ്ടായിട്ടും നമ്മൾ സംസാരിക്കുന്നത് ഒരാൾ കേൾക്കാനില്ല എന്നുണ്ടെങ്കിൽ പോയില്ലേ. ഇപ്പൊ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർ ലൈഫ് തന്നെയാണ്. ചില സമയത്ത് ഓഫീസിലിരുന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി. അപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കാൻ കുറച്ച് പേര് ഉണ്ട്. നമ്മൾ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ മെസ്സേജ് ഇടും, എടാ 2 ദിവസം കണ്ടില്ലല്ലോ, നീ ഒന്നും പുതിയ ഐറ്റൊന്നും ഇല്ലേ, കണ്ടന്റ് ഒന്നും വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ 100, 1000, 2000 പേര് ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതിലല്ല, ചിലപ്പോ 4-5 പേരെ കാണുള്ളൂ. ആ 4-5 പേരിൽ 2-3 പേര് ചോദിക്കുള്ളൂ. പക്ഷെ ആ ചോദിക്കുന്ന അത് നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക. അപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കേൾക്കാനായിട്ട് ആരെങ്കിലും ദൈവം ഈ ഭൂമിയിൽ മാറ്റിവെക്കും. നമ്മൾ കേൾക്കുക, ഒരു നല്ലൊരു കേൾവിക്കാരനാവുക. ഇന്ന് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല കേൾവിക്കാരനാവാൻ. നല്ല കേൾവിക്കാരനുണ്ടെങ്കിൽ തന്നെ പകുതി ആത്മഹത്യകൾ കുറയും. ഒരു മകൻ മരിച്ചു, അതിന്റെ പേരിൽ കുറച്ച് നാളുകൾക്ക് ശേഷം പാരന്റ്സ് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും അവരുടെ റിലേറ്റീവ്സോ അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ല, അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു നല്ല ഫ്രണ്ടോ ഫാമിലിയോ റിലേറ്റീവ്സോ നെയ്ബേഴ്സോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ആര് നാളെ ചെയ്യും എന്ന് നമുക്കൊന്നും അറിയില്ല. നമ്മളിപ്പോ പല ആൾക്കാരും പോസ്റ്റ് ഇടുന്നവര് തന്നെയാണ് പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യണത്. ഡൈവേഴ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവരുടെ സ്വന്തം ജീവിതം അവർ ഡൈവേഴ്സ് ആവുന്നു. അങ്ങനെ ഉപദേശിക്കുന്നവരുടെ ജീവിതം തന്നെ താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയില് ഒന്നും ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ജീവിതത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക. ഫുൾ ടൈം മൊബൈലും സോഷ്യൽ മീഡിയയും അതെല്ലാം വേണം. പക്ഷെ പ്ലീസ് കുറച്ച് ടൈം ഡൊണേറ്റ് ചെയ്യ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ വേണ്ടിയിട്ട്.